ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉമർ തങ്ങളെ, എനിക്കെന്റെ ഭാര്യ ഒഴിവാക്കണം. എന്റെ പ്രശ്നം ചോദിച്ചു, നിങ്ങൾ തമ്മിൽ ഒരു സ്നേഹമില്ല. ഉമർ ചോദിച്ചു, എല്ലാ വീട്ടിലും സ്നേഹം ഉണ്ടെന്നവന്റെ വിചാരം? അതൊന്നും ഇല്ല, നീ കുറച്ചു കാലം ജീവിക്കേണ്ടി വരും. ഇതൊക്കെ സഹിച്ചും പുറത്തും ജീവിക്കേണ്ടവരല്ലേ നമ്മൾ എന്ന് പഠിപ്പിക്കുകയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും കല്യാണം കഴിയുന്ന കുട്ടികൾ പഠിക്കണേ. ജീവിതം സിനിമയിൽ കാണുന്നതല്ല, ജീവിതം പാട്ടുപാടി കേൾക്കുന്നതല്ല, ജീവിതം സീരിയലല്ല, ജീവിതം അതിന്റെ പച്ചയായ യാഥാർത്ഥ്യം നമ്മുടെ മക്കളെന്ന് മനസ്സിലാക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവായേനെ. സ്വലാത്ത് കൊണ്ട് കളിക്കല്ലേ. മൂന്ന് വിഷയം തമാശയിൽ പറഞ്ഞാലും കാര്യമാണ്, കാര്യത്തിൽ പറഞ്ഞാലും കാര്യമാണ്. നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലി, സ്വന്തം ഭാര്യയെ തൊലാക്ക് ചൊല്ലി എന്ന് പറയുകയോ, സ്വന്തം ഒരാൾ തന്റെ മോളെ കെട്ടിച്ചു തന്നു എന്ന് നിക്കാഹ് ചെയ്തു എന്ന് പറയുകയോ, അപ്പൊ മറ്റും പറഞ്ഞു ഞാൻ സ്വീകരിച്ചു. തമാശയിൽ പറഞ്ഞാലും അത് നിന്റെ പെണ്ണായി മാറും. തമാശയിൽ തൊലാക്ക് ചൊല്ലിയാലും തൊലാക്ക് സംഭവിക്കും. തിരിച്ചെടുക്കുക, തൊലാക്ക് ചൊല്ലിയ പെണ്ണിനെ ഞാൻ മടക്കിയെടുത്തു എന്ന് തമാശയിൽ പറഞ്ഞാലും കാര്യത്തിൽ തന്നെ മടക്കിയെടുക്കലാകും. മൂന്ന് വിഷയം കളിയും കാര്യമാണ്, കാര്യവും കാര്യവുമാണ് എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കളിക്കല്ലേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഏതെങ്കിലും രീതിയിൽ തൊലാക്കിന്റെ വാക്ക് നമ്മുടെ ജീവിതത്തിൽ വരരുത്. തൊലാക്ക് എന്ന് പറഞ്ഞ വാക്ക് പെട്ടിയിലാക്കി കടലിൽ കൊണ്ടുപോയി എറിയണമെന്നാ പറയാ. ആ വാക്ക് പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഉപയോഗിക്കരുത്. തമാശയിൽ പോലും തൊലാഖിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു പോകരുത്. അല്ലാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് കാലം കുടുംബത്തിൽ സന്തോഷത്തോടുകൂടെ മരണം വരെ ഒരുമിച്ച് ജീവിച്ച് നാളെ പരലോകത്തും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി ഇണകളായി അസ്വാജുകളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. കളെക്കാളും ഭംഗിയുള്ളത് ദുനിയാവിലെ പെണ്ണുങ്ങൾ കാണുന്ന ഇവിടുത്തെ പുരുഷന്മാരല്ല, നാളെ പരലോകത്തെ അവർക്ക് അല്ലാഹു ഭംഗിയും ആരോഗ്യവും ആയുസ്സും ഒക്കെ വളരെ മനോഹരമായി നാളെ നൽകിയിരിക്കും. ഇന്നത്തെ പോലെയല്ല, നാളെയും സ്വർഗത്തിൽ കുടുംബമായി ജീവിക്കത്തക്ക രീതിയിലുള്ള കുടുംബങ്ങളായി നമുക്ക് മാറണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മക്കളെ മനസ്സിലാക്കുക, രക്ഷിതാക്കന്മാരെ മനസ്സിലാക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടുകൂടിയ കുടുംബത്തെ വിളിച്ചിരുന്നതെന്നാണ്. യാ ആയിഷ എന്ന് വിളിക്കേണ്ടതിന് യാ ആയിഷ, നമ്മൾ ഓമന പേര് വിളിക്കൂലേ, അതുപോലെ തങ്ങൾ വിളിക്കുമായിരുന്നു ആയിഷ ബീവിയെ. യാ ആയിഷ. ചിലവ പറയും യാ ഹുമൈറ, ചമന്നവളെ എന്ന് വിളിക്കും നബി തങ്ങൾ ആയിഷ ബീവിയെ. വെളുത്തവളെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പക്ഷേ വെളുത്തവളെ എന്ന് വിളിച്ചാൽ അറബിയിൽ ബൈവാദ് എന്ന് വിളിച്ചാൽ വെള്ളപ്പാണ്ടുള്ളവളെ എന്ന അർത്ഥം വരും. അതുകൊണ്ടാണ് അത് വിളിക്കാതെ ചമന്നവളെ എന്ന് വിളിക്കുന്നത്. തഫാഉലിനാണെന്നാണ്. ആയിഷ ബീവി അങ്ങനെയൊക്കെ മനോഹരമായ ഇഷ്ടമുള്ള പേരുകൾ വെച്ച് വിളിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിലാണെന്നാണ് എന്റെ ഓർമ്മ. ഹദീസ് നബി തങ്ങൾ പറഞ്ഞു, ഇന്നി അഅലമു ഇദാ കുൻതി ഗാദിബത്തൻ അലയ്യ വഇദാ കുൻതി റാദിയ. ആയിഷ ബീവി, നമ്മൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്നോട് സ്നേഹമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എനിക്കറിയാൻ പറ്റും കേട്ടോ. ആയിഷ ബീവി ചോദിച്ചു, എങ്ങനെ നബിയേ, എങ്ങനെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾ അല്ലാഹുവിൽ സത്യം ചെയ്ത് പറയും, ലാ വല്ലാഹ് ലാ വറബ്ബി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ പറഞ്ഞതാ ശരി. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന്. നിങ്ങൾക്ക് അല്പ വെറുപ്പുണ്ടെങ്കിൽ എങ്ങനെ പറയും? ലാ വറബ്ബി ഇബ്രാഹിം, അല്ല ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം എന്ന് വിളിച്ചു പറയും. അപ്പൊ എനിക്കറിയാം ആയിഷ ബീവി, ഞാൻ മുമ്പിലുണ്ടായിരിക്കെ ഇബ്രാഹിം നബിയുടെ റബ്ബ് എന്ന് പറയുമ്പോ മുഹമ്മദ് നബിയുടെ റബ്ബ് എന്ന് പറയാതെ ഇബ്രാഹിം നബിയുടെ റബ്ബ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു ഇഷ്ടക്കുറവ് എന്നോടുണ്ടെന്ന്. ശരിയാ നബിയെ, നിങ്ങളത് മനസ്സിലാക്കിയത് ശരിയാണ്. നഅം വല്ലാഹി ഇന്നി മാ അഹ്ജുറു ഇല്ലാ ഇസ്മക, നിങ്ങളുടെ നാമമല്ലാതെ മറ്റൊന്നും ഞാൻ ഒഴിവാക്കാറില്ല നബിയെ. അങ്ങയുടെ പേരെ ഞാൻ പറയാതിരിക്കൂ, അങ്ങ് എനിക്ക് വേണം നബിയെ എന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ അയ്യമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് എന്നെ ഒഴിവാക്കി തന്നേക്കണം എന്ന് പറഞ്ഞാൽ മിൻ ഗൈരി മാ ബഅസിൻ, ഒരു കാരണവുമില്ലാതെ തക്കതായ ശറഅ അംഗീകരിക്കുന്ന കാരണമില്ലാതെ
എന്നൊന്ന് ഒഴിവാക്കി തരുമോ, എനിക്ക് വേറെ ആളെ കെട്ടാനുണ്ടെന്നോ എന്നൊന്ന് ത്വലാഖ് ചൊല്ലി തരുമോ എന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിനോട് ത്വലാഖ് ചോദിച്ചാൽ സ്വർഗം അവൾക്കല്ലാഹു ഹറാമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളെ തമാശ പറഞ്ഞു കളിക്കല്ലേ, എന്നെ ഒഴിവാക്കിയേക്കാമെന്നോ എന്നെ ത്വലാഖ് ചൊല്ലണമെന്നോ ഒരു പെണ്ണ് പറഞ്ഞാൽ ശക്തനായ ഒരു കാരണമില്ലാതെ ഭർത്താവിനോട് എന്നൊന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ സ്വർഗം അവർക്ക് നിഷിദ്ധമാണെന്ന് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് ഭാര്യയ്ക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാനുള്ളവരാ, ഭാര്യ ഭർത്താവിന് സ്വർഗം വാങ്ങിച്ചു കൊടുക്കാനുള്ളവരാ. നബി ഞങ്ങൾ പറയുമായിരുന്നു റഹിമല്ലാഹു റഅൻ, ഒരു പെണ്ണിനല്ലാഹു ഒരു ആണിനല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ദുആ ചെയ്യാം. അതിൽ നമുക്കൊക്കെ പെടാൻ പറ്റും. ആരാന്നറിയോ? ഖാമ മിനൽ ലൈൽ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. കാലൊക്കെ ഉറങ്ങുമ്പോഴേ സുബ്ഹിക്ക് മുമ്പ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ഭാര്യ ഉറങ്ങുകയാണ്. അവളെയും എഴുന്നേൽപ്പിച്ചു. നീയും ഒന്ന് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കണേ എന്ന് പറയുമ്പോ അവൾ എഴുന്നേൽക്കാൻ മടിച്ചു കിടന്നപ്പോ അവളുടെ മുഖത്തേക്ക് ചെറിയ തോതിൽ വെള്ളം തെളിച്ചു, ഉറക്കം ഉണരാൻ. അങ്ങനെ ചെയ്ത് അവളെ എഴുന്നേൽപ്പിച്ച് ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. എങ്ങനെ? ഒറ്റ നിസ്കരിച്ചാൽ മതി, പക്ഷേ ഭാര്യയെ കൂടെ എഴുന്നേൽപ്പിക്കും. ഒരു പെണ്ണിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അവളെ രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു. സുബ്ഹിന്റെ മുമ്പ് 2 റക്അത്ത് സുബ്ഹിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ നിസ്കരിക്കാൻ വേണ്ടി അവൾ ഉളൂ എടുത്ത് വന്നു. ഭർത്താവിനെ വിളിച്ചു, എഴുന്നേൽക്ക്, 2 റക്അത്ത് നിസ്കരിക്കല്ലേ, തഹജ്ജുദ്. പറഞ്ഞ ഉറങ്ങാൻ. അങ്ങനെ വിസമ്മതിച്ചപ്പോ ഒരൽപ്പം വെള്ളം കൊണ്ടുവന്ന് ഭർത്താവിന്റെ മുഖത്തേക്ക് കുടഞ്ഞു കൊടുത്തു. വിഷമിപ്പിക്കാനല്ല, ഉറക്കം ബുദ്ധിമുട്ടാക്കാനല്ല, എഴുന്നേൽക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി ഒരൽപ്പം വെള്ളം കുടഞ്ഞു കൊടുത്ത് ഭർത്താവ് എഴുന്നേൽക്കുകയും ആ ഭർത്താവും ഭാര്യയും 2 പേരും അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്ന അവസ്ഥയുണ്ടായാൽ എഴുന്നേൽപ്പിച്ച ഭർത്താവിന്റെ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്തു റസൂലുള്ളാഹി. ഭർത്താവിനെ എഴുന്നേൽപ്പിച്ച ഭാര്യയ്ക്ക് വേണ്ടി റഹ്മത്തിന് ദുആ ചെയ്തു റസൂലുള്ളാഹി. ആ വീട്ടിൽ റഹ്മത്തുണ്ടാവും, ആ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ട്, കാരുണ്യമുണ്ട്. നമ്മൾ സ്വർഗം കൊടുക്കാൻ വേണ്ടി വന്നവളാ. ഭർത്താവിന് വേണ്ടി സ്വർഗം കൊടുക്കാൻ ഭാര്യയും, ഭാര്യയ്ക്ക് സ്വർഗം വാങ്ങിക്കാൻ ഭർത്താവും, 2 പേരും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക്. അല്ലാഹു നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഭാര്യയുടെ ഭാര്യയ്ക്ക് ദീനിൽ അറിയേണ്ട വിഷയങ്ങൾ, അത്യാവശ്യ വിഷയങ്ങൾ ഭർത്താവ് പറഞ്ഞു കൊടുക്കേണ്ടവനാണ്. ഹൈദിന്റെ മസലകൾ ഭർത്താവും പഠിച്ചു വെക്കണം, ഭാര്യ പഠിച്ചു വെക്കണം. നിഫാസിന്റെ മസലകൾ, ഏതൊക്കെ നിസ്സാരമാണ് ഖളാ വിട്ടേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവർ ശുദ്ധിയാവേണ്ടത്, എല്ലാം ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കും വേണം, ഭാര്യ പഠിക്കും വേണം. ഇതും ബാധ്യതയാണ് ഭർത്താവിന്, അവന്റെ ദീന് ശരിയാവാൻ. ഭാര്യയ്ക്ക് ഹറാമിന്റെ അവസരങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കണം. അന്യ ആളുകളുമായി ഇടപഴകുന്ന അവസ്ഥകൾ വരരുത്. വിധങ്ങൾ പറഞ്ഞുവല്ലോ, നിങ്ങൾ പെണ്ണുങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് കയറി ചെല്ലല്ലേ. വേറെ നടക്കുമ്പോഴും നടക്കാറുണ്ട്, കടലൊക്കെ വെക്കാനൊക്കെ പെണ്ണുങ്ങളുടെ അടുത്ത് കൂടെ നല്ല മുത്ത മനുഷ്യന്മാര് നടക്കുക. ഹറാമാണ്, ചെയ്യാൻ പാടില്ല, ഹറാമാണ്. പ്രായപൂർത്തിയെത്താത്ത കുട്ടികളെ പറഞ്ഞേക്കാം. ബക്കറ്റ് പിരിവ് നടക്കാമെന്ന് വിചാരിച്ചോളൂ. വേദന് പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ചെറുപ്പക്കാരൻ ചെല്ലാൻ പാടില്ല, ഹറാമാണ്. അവര് ബക്കറ്റ് പിരിവിന് വേണം, അല്ലെങ്കിൽ സംഭാവന ചോദിക്കണം. കുട്ടികളെ പറഞ്ഞേച്ചോളൂ. പെണ്ണുങ്ങളുള്ളിടത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലരുതേ. ഒരാളെ ചോദിച്ചു, നബിയെ നബിയെ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ ആയാൽ കുഴപ്പമുണ്ടോ? ജ്യേഷ്ഠന്റെ ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ ആ ഭാര്യയുള്ള റൂമിലേക്കോ അവൾ അടുക്കളയിലുണ്ടായിരിക്കുന്ന സമയത്തോ പ്രായപൂർത്തിയായ ഭർത്താവിന്റെ പ്രായപൂർത്തിയായ അനുജനോ ജ്യേഷ്ഠനോ അവളുടെ അരികത്തേക്ക് ചൊല്ലുന്നതിന് കുഴപ്പമില്ലല്ലോ നബിയേ? ചോദിച്ചത് സ്വാഭാവികമല്ലേ നമ്മൾ പറയാ. എന്താണ് അങ്ങനെ മറുപടി എന്നറിയോ? മരണത്തെ പേടിക്കുന്ന പോലെ ഭർത്താവിന്റെ സഹോദരന്മാരെ പേടിക്കണം, പ്രായപൂർത്തിയെത്തിയവരെ. കാരണം അവിടെ ഫിത്നയുടെ സാധ്യതകൾ കൂടുതലാണ്, വഴിതെറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
ഭർത്താവിന്റെ അനിയന്റെ കൂടെ സ്വന്തം ഭാര്യയെ പറഞ്ഞേക്കാൻ പറ്റും ഹോസ്പിറ്റലിലേക്ക്? ഹറാമല്ല, കുറ്റകരമല്ല. ബൈക്കിലിട്ടിട്ട് പോവുക, തൊട്ടുരുമിയിട്ട്. അവരന്യവരല്ലേ? അവര് വിവാഹബന്ധം ഹറാമായവരല്ലല്ലോ. ഹറാമായവരല്ലാത്ത മഹ്റമുകളല്ലാത്ത ആളുകൾ തമ്മിൽ ഒരുമിച്ചായാൽ മൂന്നാമതായി അവരുടെ കൂടെ പിശാചുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. അടക്കം പിടിച്ച് നാട്ടുകാരറിഞ്ഞതും അറിയാത്തതും, വീട്ടുകാര് പുറത്തുവിട്ടതും അറിയാത്തതും, നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് വീട്ടുകാര് വിചാരിച്ചതും വിചാരിക്കാത്തതും എത്ര പ്രശ്നങ്ങൾ.